മതം പരിഷ്കരിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ പരിഷ്കരിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിലൊരു പശ്ചാത്തലം കൂടെയുണ്ട്. അതായത് മുസ്ലിമിൽ നിന്ന് പുറത്തുപോയ ആൾക്കാർ, എക്സ് മുസ്ലിംസ് വളരെ കാര്യമായി നബിവിമർശനം നടത്തുന്നുണ്ട്, അള്ളാഹുവിനെ വിമർശിക്കുന്നുണ്ട്, ഖുറാനെ വിമർശിക്കുന്നുണ്ട്, ആയത്തുകളെ വിമർശിക്കുന്നുണ്ട്, സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്നുണ്ട്. കാര്യമായ വിമർശനങ്ങൾ ഉയരുന്നൊരു സാമൂഹ്യ അന്തരീക്ഷം മതത്തിനകത്തുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മതം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച്, രാജ്യങ്ങളുടെ ഭേദങ്ങളനുസരിച്ച് ഈ രീതി ഭേദങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുക? മതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇസ്ലാമിനെ നമ്മൾ എടുത്ത് പറയുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിൻ്റെ ചില അടിസ്ഥാനങ്ങളുണ്ട്. ഈ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ളതാണ്. എല്ലാ കാലഘട്ടത്തിലും വിശ്വാസികളായ ആളുകൾ ഉൾക്കൊള്ളേണ്ടുന്നതായിട്ടുള്ള അടിസ്ഥാനങ്ങളാണ്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്ന വിശദാംശങ്ങൾ അത് കാലാനുസൃതമായിട്ടുള്ള ഗവേഷണങ്ങൾക്കൊക്കെ വിധേയമാവുന്ന സംഗതിയാണ്. മതം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ ഒരു മതപരിഷ്കരണം എന്ന് പറയുന്ന ഒരു സംഗതി ഇസ്ലാമിൻ്റെ ബേസിലില്ല. പക്ഷെ അതേസമയം തന്നെ കാലാനുസൃതമായിട്ടുള്ള ഗവേഷണങ്ങൾ, കാലാനുസൃതമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള വളർച്ചകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിലുള്ള ഒരു നവീകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നവീകരണം ഈ മതത്തിൻ്റെ ബേസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പല രീതിയിലും നമുക്ക് ഈ നവീകരണത്തെ കാണാൻ കഴിയും. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ, ഇതിപ്പോൾ ഖുർആനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഖുർആനാണ്. ഈ ഖുർആൻ ഈ രീതിയിൽ ഒരു മുസ്ഹഫിൻ്റെ രൂപത്തിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. അതായത് പ്രവാചകന്റെ കാലത്ത് ഒരു മുസ്ഹഫിൻ്റെ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു പുസ്തകം ഈ രീതിയിൽ ക്രോഡീകരിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് അതിൻ്റെ ഒരു ക്രോഡീകരണം ഉണ്ടായത്, അതും ഒരർത്ഥത്തിലുള്ള ഒരു നവീകരണമാണ്. അങ്ങനെ നവീകരണം എന്ന് പറയുന്നൊരു സംഭവം കാലാനുസൃതമായിട്ട് ഒരു നവീകരണം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും. പരിഷ്കരണം എന്നല്ല അതിനെ സംബന്ധിച്ച് പറയേണ്ടത്, നവീകരണം. അപ്പോൾ പ്രവാചകൻ്റെ ഒരു വചനം തന്നെ ഇങ്ങനെയാണ്: നിശ്ചയം അല്ലാഹു തആല എല്ലാ നൂറ്റാണ്ടുകളുടെയും ആമുഖത്തിൽ, തലപ്പത്ത് നവീകരണം നടത്തുന്ന ചില നായകന്മാരെ നിയോഗിക്കും എന്നാണ് പറയുന്നത്. നവീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായിട്ട് ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതിൻ്റെ വിശദാംശങ്ങളിൽ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു തരുന്ന, ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ അവസ്ഥയിൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ മതത്തെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും വരുമെന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലുള്ള നവീകരണം സത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇമാം പറയുന്നത്. അതുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ മതത്തിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അത് മാറുന്നില്ല. അത് എല്ലാ അത് മതത്തിൻ്റെ അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അതിനെ മാറ്റാൻ കഴിയുന്നൊരു സംഗതിയല്ല. അതായത് അടിസ്ഥാനം അങ്ങനെ തന്നെ നിൽക്കും. കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അതൊക്കെ ഉണ്ടായി, വിശദാംശങ്ങളിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും. അതിനെ നമുക്ക് വേണമെങ്കിൽ നവീകരണം എന്ന് വിളിക്കാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.